കേരയിൽ വരും കേട്ടോ, കേരളം ഒരിക്കലും മറക്കില്ല ആ പരാമർശം. കേരളയുമായി ബന്ധപ്പെട്ട് കേരളയുടെ നേതൃത്വത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഉള്ള ചർച്ചകളും വിവാദങ്ങളും അതിനെതിരായ പ്രതിഷേധങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. LDF സർക്കാർ അവരുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് സിൽവർ ലൈൻ പദ്ധതി ആവിഷ്കരിക്കുന്നത്, നടപ്പാക്കും എന്ന പ്രകടന പത്രികയിൽ ഉൾപ്പെടെ നൽകുന്നത്. പക്ഷേ അതിനുശേഷം ഈ പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. ആളുകൾ അതിനെതിരെ രംഗത്ത് വരുന്നു. UDF ആ സമരം ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഒരു കാരണവശാലും ഈ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന സ്റ്റാൻഡ് എടുക്കുമ്പോൾ അത് നടപ്പാക്കും എന്ന ഉറച്ച നിലപാട് സർക്കാർ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഈ പദ്ധതി വരുമോ ഇല്ലയോ, സർക്കാർ അത് ഉപേക്ഷിച്ചോ എന്നൊന്നും വ്യക്തതയില്ലാത്തൊരു ഘട്ടമായിരുന്നു. അവിടെയാണ് 2 ദിവസമായി CPM സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നു. അത് ഇന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. മറ്റൊരു രൂപമാറ്റത്തോടുകൂടി ഈ കേരളയിൽ വരും, പുതിയ മാർഗത്തിൽ ലേക്ക് മാറേണ്ടി വരും എന്ന ഒരു സൂചനയാണ് CPM സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. വളരെ വ്യക്തമായ പരാമർശങ്ങൾ അല്ല അദ്ദേഹം നടത്തുന്നത്. ഒരു മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന സൂചനയാണ് CPM സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. അദ്ദേഹം പറയുന്നത് സിൽവർ ലൈൻ പദ്ധതിക്ക് നടപ്പാക്കാൻ ആവശ്യമായ പണം കണ്ടെത്തുന്നത് സർക്കാരിനെ സംബന്ധിച്ചൊരു വെല്ലുവിളി ആയിരുന്നില്ല. പക്ഷേ ഒരു പുതിയ സമീപനം സ്വീകരിക്കേണ്ടി വരുന്നു. അത് കേന്ദ്രം ഈ പദ്ധതിക്ക് അംഗീകാരം നൽകാത്ത ഒരു സാഹചര്യത്തിലാണ് അത്തരം ഒരു പുതിയ സമീപനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടി വരുന്നത് എന്നതാണ് MV ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ അത് എങ്ങനെ, എന്ത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം നൽകുന്നുമില്ല. അപ്പോൾ MV ഗോവിന്ദന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അതിപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞില്ല. തീരുമാനം വരുമ്പോൾ അത് പറയാം. ഉണ്ടാവും. അതൊന്നും തീരുമാനിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതെ. ശരി പറഞ്ഞു പറയാൻ. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് എന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഒരു മാറ്റം കൊണ്ടുവരും, അങ്ങനെ ആ മാറ്റത്തിലൂടെ ഈ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമം നടത്തും. അത് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല, കേന്ദ്രം അനുമതി നൽകാത്ത ഒരു സാഹചര്യത്തിൽ ആ മാറ്റം അനിവാര്യമായി വരുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലാണ് MV ഗോവിന്ദൻ വീണ്ടും കേരളയിലും സിൽവർ ലൈൻ പദ്ധതിയും ചർച്ചയാക്കിയത്. അദ്ദേഹം അവിടെ പറഞ്ഞത് കേരളയിൽ പദ്ധതിക്ക് പകരം സർക്കാർ മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരും എന്നായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കണ്ണൂരിൽ നടത്തിയ ആ പരാമർശം കൂടി കേൾക്കാം. കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോയപ്പോൾ പലരും പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾക്ക് പണം. അന്ന് സഖാവ് പിണറായി പറഞ്ഞു, പണം കേരളത്തിനൊരു പ്രശ്നമല്ല, പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. പുതിയ മാർഗം നമ്മൾക്ക് കണ്ടെത്തേണ്ടി വരും. കേരളത്തിന് 19 വർഷക്കാലത്തെ വികസനം കണ്ടുകൊണ്ടാണ് കേരളയിൽ അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പുതിയ സമീപനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പുതിയ സമീപനത്തിലേക്ക് പോകേണ്ടി വരും എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. നേരത്തെ തന്നെ സിൽവർ ലൈൻ എന്നത് അടുത്ത കേരളത്തിന്റെ 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് എന്നതാണ് CPM വിശദീകരിച്ചിരിക്കുന്നത്. അക്കാര്യം തന്നെ MV ഗോവിന്ദൻ ആവർത്തിക്കുന്നു. പക്ഷേ അതിന് പുതിയ മാർഗങ്ങൾ തേടേണ്ടി വരും എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരവും കാസർഗോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതിയാണ് സിൽവർ ലൈൻ. 530 കിലോമീറ്ററാണ് അതിൻ്റെ നീളം വിഭാവനം ചെയ്തിട്ടുള്ളത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത ഉറപ്പുവരുത്താനായിരുന്നു പദ്ധതി. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കേരളയിൽ അതിൻ്റെ സിൽവർ ലൈൻ പദ്ധതി അത്യന്താപേക്ഷിതം എന്നതാണ് സർക്കാർ പറയുന്ന ന്യായം. അതുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രക്കാർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതി, കേരളത്തിനെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെ എത്താൻ വെറും 4 മണിക്കൂറിലേക്ക് സമയം ചുരുക്കാൻ കഴിയുന്ന, ഇപ്പോൾ 11ഉം 12ഉം മണിക്കൂറുകളൊക്കെ എടുത്ത് 12ഓ 14ഓ മണിക്കൂറുകളൊക്കെ എടുത്ത് നടത്തുന്ന യാത്ര 4 മണിക്കൂറിനകം എത്താൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റുന്ന, അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ. കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഒരുപോലെ പങ്കാളിത്തമുള്ള കേരള കോർപ്പറേഷനാണ് സിൽവർ ലൈൻ്റെ നിർമ്മാണ ചുമതല എന്നതായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്.
സിൽവർ ലൈൻ യാഥാർത്ഥ്യമായാൽ 12,872 വാഹനങ്ങൾ ആദ്യ വർഷം തന്നെ ഈ നിരത്തുകളിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതുമൂലമുണ്ടാകുന്ന ഇന്ധനം നഷ്ടം അതൊക്കെ കുറയ്ക്കാൻ കഴിയും. അങ്ങനെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നേട്ടങ്ങളായി സർക്കാർ അവതരിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഈ പദ്ധതി സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ നിരവധി ആശങ്കകളും പ്രതിഷേധങ്ങളും എതിർപ്പുകളുമാണ് അതിനെതിരെ ഉയർന്നത്. പാത കേരളത്തെ രണ്ടായി വിഭജിക്കും എന്ന ആശങ്ക, ഒപ്പം തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകും, നമ്മളുടെ പരിസ്ഥിതിക്ക് ചേർന്നതല്ല തുടങ്ങിയ വാദങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നു. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ എതിർപ്പായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം. അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത് കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വരെ വഴിവെച്ച സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ എതിർപ്പ് നേരിടുമ്പോഴാണ് സർക്കാരിന് വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പതർച്ചകൾ സംഭവിക്കുന്നത്. കാരണം ഏതൊരു പദ്ധതി കൊണ്ടുവരുമ്പോഴും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുവരണം. പക്ഷേ അങ്ങനെയുള്ള ശ്രമങ്ങളല്ല ഉണ്ടായത് എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. ഈ നിർമ്മാണത്തിനുള്ള പ്രകൃതി വിഭവങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തും തുടങ്ങി നിരവധി ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇത് പെരുപ്പിച്ചു കാട്ടുന്നതാണ്. ഇതെങ്ങനെ ഫീസിബിൾ ആകും ഈ പദ്ധതി? 80,000 യാത്രക്കാർ ഓളം പ്രതിദിനം എന്ന DPRലെ കണ്ടെത്തലൊക്കെ വലിയ തരത്തിൽ ഒരു തരത്തിലും നടക്കാത്തതാണ്, അതൊക്കെ പൊലിപ്പിച്ചു കാട്ടലാണ് തുടങ്ങിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതിൽ കേന്ദ്ര നിലപാടും അനുകൂലമല്ല എന്ന ഒരു സാഹചര്യം പിന്നീട് രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. സ്റ്റാൻഡേർഡ് ഗേജിലാണ് സിൽവർ ലൈനിനെ DPR കേരയിൽ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ബ്രോഡ് ഗേജിലേക്ക് മാറണം എന്നതായിരുന്നു ഈ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ നിർദ്ദേശം. അതിനെ വന്ദേ ഭാരതുമായി ഒക്കെ ബന്ധപ്പെടുത്തണം എന്ന തരത്തിലുള്ള നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വരികയും അങ്ങനെ അനുമതി ലഭിക്കാതെ കേരയിൽ പദ്ധതി അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇതിനൊരു ബദൽ പദ്ധതി എന്ന നിലയിൽ ഇ ശ്രീധരൻ ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വേഗം കൂട്ടാൻ നിലവിലെ റെയിൽ പാത വികസിപ്പിച്ചാൽ പോരെ എന്ന ഒരു ബദൽ നിർദ്ദേശം വലിയ രീതിയിൽ പല ഭാഗത്തു നിന്നും ഉണ്ടാകുക കൂടി ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇ ശ്രീധരൻ ഒരു പ്രൊപ്പോസൽ കൊണ്ടുവരുന്നു. കേരള സർക്കാരിനെ സമീപിക്കുന്നു. സർക്കാരിന് അത് അംഗീകരിക്കുന്നു. സർക്കാർ അതിനോട് അനുകൂല സമീപനം സ്വീകരിക്കുന്നു എന്ന നില വരുന്നു. ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. അദ്ദേഹത്തിനെ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ഇ ശ്രീധരൻ തന്നെ അവകാശപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. കേരളിനേക്കാൾ, അതായത് സിൽവർ ലൈനിനേക്കാൾ വലിയ ഉപകാരപ്രദമായ ഒന്നാണ് താൻ സമർപ്പിച്ച പ്രൊപ്പോസൽ എന്നതാണ് ഇ ശ്രീധരനൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഭൂമി നഷ്ടപ്പെടുന്ന മനുഷ്യർ അതിനെതിരെയും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടിയുള്ള കൂട്ടുകച്ചവടമാണ് തുടങ്ങിയ സമരസമിതിയുടെ വാദങ്ങൾ ആ ഘട്ടത്തിൽ ഉയരുകയും അംബാനിക്കും അദാനിക്കും ഒക്കെ വേണ്ടി ആണ് ഈ തരത്തിലുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും അതിന് പിണറായി വിജയൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഘട്ടത്തിൽ സമരസമിതി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും ഈ ശ്രീധരന്റെ ആ പ്രൊപ്പോസൽ ആണോ സർക്കാർ ഇപ്പോൾ നടത്താൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമായിട്ടില്ല. ഈ ശ്രീധരൻ വിഭാവനം ചെയ്ത പ്രൊപ്പോസലിൽ അതിൽ പറയുന്നത് അണ്ടർഗ്രൗണ്ടായും ഒപ്പം എലിവേറ്റഡായും ഒക്കെയുള്ള പാതയാണ്. അപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ കഴിയും. ഈ കേരളത്തെ രണ്ടായി വിഭജിക്കുമോ എന്ന തരത്തിലൊക്കെയുള്ള ആശങ്കകൾ കുറയ്ക്കാൻ കഴിയും എന്നതൊക്കെയായിരുന്നു ഈ ശ്രീധരൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന പരാമർശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊപ്പോസൽ ആ വിധത്തിലുള്ളതായിരുന്നു. എന്തായാലും MP ഗോവിന്ദൻ ഈ 2 ദിവസങ്ങളിലായി നടത്തിയിട്ടുള്ള കേരളയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ സിൽവർ ലൈൻ പദ്ധതി വീണ്ടും സജീവമാക്കാൻ സർക്കാർ ഒരുങ്ങുന്നോ എന്നതിന്റെ സൂചനകളാണ്. അദ്ദേഹം എങ്ങനെ ഇത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടില്ല. പകരം മാറ്റങ്ങളോടുകൂടി ഇത് പദ്ധതി നടപ്പാക്കും എന്ന സൂചനകൾ മാത്രമാണ് MP ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണമെന്നത് ഓരോ മനുഷ്യന്റെയും ആവശ്യമാണ്. വികസനം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അസാധ്യവുമാണ്. പക്ഷേ അത് ജനങ്ങളെ മുഖവിലക്കെടുത്തും അവരെ വിശ്വാസത്തിലെടുത്തും അവരെ ഒപ്പം നിർത്തിയും വേണം. ഒപ്പം നമ്മുടെ പരിസ്ഥിതിക്ക് യോജിക്കുന്നതുമായിരിക്കണം അത്തരം വികസനങ്ങൾ എന്നതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണോ സർക്കാർ ഈ പുതിയ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല. ഈ ശ്രീധരൻ വിഭാവനം ചെയ്തതാണോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല. എന്തായാലും
കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് കൂടി വഴങ്ങിക്കൊണ്ട് ഉള്ള ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ അത് സാധ്യമാക്കുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള മാർഗം സർക്കാർ തേടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് കേന്ദ്രത്തിന്റെ അനുമതി എന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ അനുമതിയോടുകൂടി ആ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തായാലും അതിന്റെ ചർച്ചകൾ CPM സംസ്ഥാന സെക്രട്ടറി തുടർന്നിടുകയാണ്. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഒരുപക്ഷെ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലൂടെ അത് പുറത്തേക്ക് വരും എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും എന്താണ് സർക്കാർ പുതുതായി സിൽവർ ലൈനിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും വികസനം അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക സാധ്യമല്ല. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതും എല്ലാവർക്കും ഉപകരിക്കുന്നതുമായ പുതിയ വികസന പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ നടത്താൻ സർക്കാരിന് കഴിയട്ടെ എന്നതായി നമുക്ക് ആഗ്രഹിക്കാം.